ഹലോ ഫ്രണ്ട്സ്, ചിഞ്ചൂസ് ഹെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണല്ലേ. അപ്പോൾ നമുക്ക് ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊരു ബൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കാണിച്ച ഷീറ്റ് വേണം. അതേപോലെ തന്നെ ഇതേപോലത്തെ റെഡിമെയ്ഡ് ഫ്ലവർ. ഇതിന് ഭയങ്കര പൈസ കുറവാണ് കേട്ടോ. ഒരു 30 രൂപയ്ക്ക് നമുക്ക് ഇത്രയും ബണ്ടിൽ തന്നെ കിട്ടും. അപ്പോൾ ഓരോ പാരൻസുമാണല്ലേ നമ്മളുടെ മക്കളുടെ ആദ്യത്തെ അധ്യാപകരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സ് ഡേ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അർഹതപ്പെട്ടതാണല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ മക്കളുടെ ഭാവി നെയ്തെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നവരാണ് ഓരോ ടീച്ചേഴ്സും. സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളുടെ മക്കളുടെ കൂടെയുള്ള സമയം നമ്മളുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നതിലും കൂടുതലാണല്ലേ അവരുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഡേയും നമുക്ക് അത്ര പോലെ പ്രാധാന്യമുള്ളൊരു ദിവസം തന്നെയാണല്ലേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പേപ്പർ മതി. A4 സൈസ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉള്ളെങ്കിൽ ആ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ A4 സൈസ് പേപ്പർ എടുക്കുക. ആ പേപ്പർ എടുത്തിട്ട് പിള്ളേരുടെ കൈ കളറിൽ മുക്കിയിട്ട് അവരുടെ കൈപ്പത്തിയുടെ ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് ആ ഡിസൈൻസ് വെച്ചിട്ടാണെങ്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട്. അല്ലെങ്കിൽ കുറച്ചും കൂടി ചില പിള്ളേർക്കൊക്കെ പെയിൻറ്റിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പെയിൻറ്റിങ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അവൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട്, ചെയ്യാൻ സമ്മതിക്കാതെ. അപ്പം ഞാനിവിടെ എനിക്കൊട്ടും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേപ്പർ എടുത്തു. എൻ്റെ കയ്യിൽ ഈ പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ NTT ചെയ്യുന്ന സമയത്ത് അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചൊരു പേപ്പർ. അപ്പോൾ അന്ന് അതിൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തു വെച്ചതുകൊണ്ട് ഇപ്പോൾ ഉപകാരമായി. പെട്ടെന്ന് ഓർത്തപ്പോഴത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഒത്തിരി സമയം പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ മേടിക്കുക അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പേപ്പർ അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് ഓർത്തിട്ട് ചെയ്തു നോക്കിയതാണ്. അപ്പം ഞാൻ അതിനകത്ത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കിയിട്ടോ. അത് പക്ഷേ കുറച്ച് പാടായിരുന്നു. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടി നിൽക്കണുണ്ടായിരുന്നില്ല. കുറച്ചധികം സമയം നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിന്നാൽ അത് ഒട്ടുള്ളൂ. അപ്പോൾ അത് ഒട്ടാത്തത് കൊണ്ട് പിന്നെ ഞാൻ സ്റ്റാപ്ലെയർ വെച്ചിട്ട് അത് സ്റ്റാപ്ലെയർ വെച്ച് അടിക്കുകയോ ചെയ്തു. അപ്പോൾ ഒട്ടിക്കുകയും ചെയ്ത് സ്റ്റാപ്ലെയർ വെച്ച് അടിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അത് നന്നായി നിന്നു കേട്ടോ. എന്നിട്ട് ആ കോണിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഫില്ല് ചെയ്തതിൻ്റെ മേളിൽ നമ്മുടെ A4 സൈസ് പേപ്പറില്ലേ, ആ പേപ്പറിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ തന്നെ വെച്ചിട്ട് ഞാൻ പശയും വെച്ചു. അതേപോലെ തന്നെ സ്റ്റാപ്ലെയറും അടിച്ചിട്ട് വെച്ചു കേട്ടോ. പിന്നീട് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള അവസരമായിരുന്നു. അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞു. അവർക്കൊരു ഇൻട്രസ്റ്റ് അല്ലേ, അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കുട്ടികൾക്കാവുമ്പോഴത്തേക്കും സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവർ തന്നെ ചെയ്യട്ടെ എന്ന് ഓർത്തു. അപ്പോൾ രണ്ടുപേരും ആ പൂവിനകത്ത് ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് അതിനകത്ത് ഒട്ടിച്ചാൽ മാത്രം മതിയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും മത്സരിച്ച് 2 ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ചേച്ചിക്കും അനിയത്തിക്കും വേണ്ടിയിട്ട് നമ്മൾ 2 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അവർ തന്നെ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് അതിനകത്ത് പശ വെച്ച് ഒട്ടിച്ച് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ആദ്യം ഒരാളുടെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്തയാളുടെ തുടങ്ങി. അതും ഇതേപോലെ തന്നെ അവരോട് ഞാൻ ഒട്ടിച്ചോളാൻ പറഞ്ഞിട്ട് 2 പേരും മത്സരിച്ചൊട്ടിക്കുന്നുണ്ട്. ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരുടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു റൈറ്റിങ്സ് അതിനകത്തേക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് ഞാൻ ഹന്നേനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു കേട്ടോ.
നമ്മുടെ ടീച്ചേഴ്സിനുള്ള ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അവർ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് അല്ലെങ്കിൽ പ്രൗഡ് ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.